കറണ്ട് പ്ലാൻ ബൈ ആണ്, വ്യൂ ബൈ ആണ്. മാഗ്നിഫി ബൈ എടുത്തോ കേട്ടോ. ഓക്കെ, 415 വെച്ചോണേ ഫസ്റ്റ് ടാർഗറ്റ്. ഞാൻ ഫസ്റ്റ് ടാർഗറ്റ് എടുത്തേ എല്ലാവരും എടുത്തേ. പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോണേ. 50 പോയിന്റ് കയറിയിട്ടുണ്ട്. 50 പോയിന്റ് ബുക്ക് ചെയ്താൽ 50 പോയിന്റ് ആയി. ഇനി വേണമെങ്കിലും ടൈറ്റ് ആയിട്ട് ട്രയൽ ചെയ്തോ അല്ലെങ്കിൽ എക്സിറ്റോ ചെയ്തോ. ക്ലോസ്ഡ്. ഓക്കെ, നമ്മളതേ ഇതായിരുന്നു ഞാൻ മോർണിംഗ് പറഞ്ഞ ഈ ഒരു ഏരിയ എത്തുന്നതിന് മുന്നേറ്റ് അതാ ഞാൻ എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞു. സാറിന്റെ പേഷ്യൻസ് അത് പതുക്കെ ഗ്രാജുവലി ആയിക്കോളൂ. 4 days കണ്ടിന്യൂസ്. ഹാപ്പി, എവരി വൺ ഹാപ്പി. ഓക്കെ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പം അത് ബേസ് ചെയ്തിട്ട് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ സെറ്റപ്പിന് ഇവിടെ എൻട്രി ഇല്ല, അതാണ് ഇപ്പൊ കണ്ടത്. ബട്ട് ഇനി ഇതാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇനിയും കുറച്ച് കാര്യങ്ങളോട് കിട്ടാറുണ്ട്. ബട്ട് ഇങ്ങനെയാണ് ഈ ഒരു ഉണ്ടാവണമെങ്കിൽ ട്രേഡ് കിട്ടുന്നുണ്ടാവും. ഞാൻ ബൈ ആയിരുന്നു നോക്കുന്ന. ചിലപ്പോ നമുക്ക് ഈ ഇതില്ലേ, ഈ ഏരിയ ഇല്ലേ, അത് ചിലപ്പം ക്യാച്ച് ചെയ്യാൻ പറ്റും. ഞാൻ നോക്കുന്നത് ചിലപ്പോ ഇവിടെ നിന്നൊക്കെ ഒരു റിയാക്ഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഈ പ്ലാൻ കൺഫേം ആയിട്ടില്ല. ഇനി കുറച്ച് ഓർഡേഴ്സ് വരണം. ബട്ട് അത് വന്നു കഴിഞ്ഞാൽ ഇതായിരിക്കും പ്ലാൻ. ഈ ആണ് കറന്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കറന്റ് പ്ലാൻ ബൈ ആണ്, വ്യൂ ബൈ ആണ്. കൺഫേം ആവുമ്പോൾ എൻട്രി ആയിട്ടില്ല കേട്ടോ. വ്യൂ എൻട്രി ആകുമ്പോഴത്തേക്ക് ഞാൻ പറയാം. നിഫ്റ്റി എല്ലാവരും ഒന്ന് എടുത്ത് വെച്ചോ. എൻട്രി ചെയ്തോളാം. നിഫ്റ്റി കോളാണ് പറഞ്ഞ്. ഡേയ്സ് ലോ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പ്ലാൻ മാറും കേട്ടോ. അതുവരെ നമുക്ക് ഇത് നോക്കാം. ഈ ഒരു ലോ ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാൻ നമ്മൾ മാറ്റാം. നിഫ്റ്റി ആണെങ്കിൽ ഇപ്പൊ നിൽക്കുന്ന പോയിന്റ് ഒരു ചെറിയ റിസ്ക് എൻട്രി ആണ്. A+ സെറ്റപ്സ് എന്ന് പറയാൻ പറ്റില്ല. A+ സെറ്റപ്പ് ആണെങ്കിൽ വീണ്ടും ഒരു കൺഫർമേഷൻ കൂടെ നോക്കിയായിരിക്കും എടുക്കുന്നത്. നമ്മൾ ഓവർ നല്ല പ്രോഫിറ്റ് തന്നെ കിട്ടി. കഴിഞ്ഞ വീക്കത്തെ നിങ്ങൾ കണ്ടെങ്കിൽ മാഗ്നിഫി ബൈ എടുത്തോ കേട്ടോ. ഇപ്പൊ എടുത്തോ. ഈ ഏരിയയുടെ താഴെ SL വെച്ചാൽ മതി. ഈ ഏരിയയുടെ താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇപ്പൊ എടുത്തു. ഇപ്പൊ ഫസ്റ്റ് ടാർഗറ്റ് ഞാൻ പറയാം. 15 ഫസ്റ്റ് ടാർഗറ്റ് വെക്കണേ. 15 SL ഈ ഏരിയയുടെ താഴെ, പ്രൈസ് എത്രയാ? 83 അല്ലേ? ഒരു 103 ഫസ്റ്റ് ടാർഗറ്റ് വെച്ചോ. മറ്റേ ടാർഗറ്റ് 10 പോയിന്റ് ഡിഫറൻസ്. എങ്ങനെ കോസ്റ്റ് ഇപ്പൊ ഓൾമോസ്റ്റ് കോസ്റ്റ് ഒക്കെ ആയി കാണത്തില്ലല്ലോ. ഓക്കെ, 415 വെച്ചോണേ ഫസ്റ്റ് ടാർഗറ്റ്. ഞാൻ ഫസ്റ്റ് ടാർഗറ്റ് എടുത്തേ എല്ലാവരും എടുത്തേ. പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോണേ. ബുക്ക് ചെയ്തോ എല്ലാവരും ബുക്ക് ചെയ്യണേ. ബുക്ക് ചെയ്തോ. ഓക്കെ, ടൈറ്റ് ആയിട്ട് പോണേ. SL ട്രയൽ പിടിച്ച് പോണേ. ബ്രേക്ക് വെൽ SL ഓക്കെ. ഫസ്റ്റ് ടാർഗറ്റ് എല്ലാവരും ബുക്ക് ചെയ്തോ. ഉള്ളോട്ടാണെങ്കിൽ കുഴപ്പമില്ല, എക്സിറ്റ് ചെയ്തോ. ഇനി പതുക്കെ ഈ വീക്കത്തോട്ട് പ്രോഫിറ്റ് കയറ്റിയിട്ട് 2 ലോട്ടിലാക്കുക. എന്നിട്ട് ഇതുപോലെ 1 ലോട്ട് എക്സിറ്റ് ചെയ്തിട്ട് ബാക്കി 1 ലോട്ട്. ഇപ്പൊ 1 ലോട്ട് ഉള്ളവരൊക്കെ ആണെങ്കിൽ എക്സിറ്റ് ചെയ്തോ, കുഴപ്പമില്ല. നിങ്ങൾ ചെറിയ എമൗണ്ട് തന്നെ എടുത്തെടുത്ത് പോകും. അപ്പൊ ഡെയിലി വരാൻ ഒരു മോട്ടിവേഷൻ ആവും. SL ടൈറ്റ് ആയിട്ട് ട്രയൽ ചെയ്തോണേ. 50 പോയിന്റ് കയറിയിട്ടുണ്ട്. 50 പോയിന്റ് ബുക്ക് ചെയ്താൽ 50 പോയിന്റ് ആയി. ഇനി വേണമെങ്കിലും ടൈറ്റ് ആയിട്ട് ട്രയൽ ചെയ്തോ അല്ലെങ്കിൽ എക്സിറ്റോ ചെയ്തോ. ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞ ടാർഗറ്റ് അടിക്കാറായതാണ് പറഞ്ഞ. ക്ലോസ്. ഓക്കെ, നമ്മളതേ ഇതായിരുന്നു ഞാൻ മോർണിംഗ് പറഞ്ഞ ഈ ഒരു ഏരിയ എത്തുന്നതിന് മുന്നേറ്റാണ് ഞാൻ എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞത്. ചിലപ്പം ഇത് ബ്രേക്ക് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്, ഇല്ലെന്നല്ല. ബട്ട് ഇവിടുന്ന് ഒരു ചിലപ്പോൾ റിയാക്ഷൻസ് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ ട്രയൽ ചെയ്യായിരിക്കും നിങ്ങൾ താഴെ പോകും. അതിനെക്കാളും നല്ലത് എക്സിറ്റ്. എന്റെ എക്സിറ്റ് ആണ്. ഞാൻ എക്സിറ്റ് 50 പോയിന്റ്സ് ആയിട്ട് ക്ലോസ്. ഇനി ആരും ഹോൾഡിംഗ് ഇല്ലല്ലോ. ഓക്കെ അല്ലേ? ഓൾമോസ്റ്റ് ഒരു 50 പോയിന്റ് ആണ് ക്യാച്ച് ചെയ്ത് നോക്കിയത്. ഓക്കെ, ആരും ലോസിലല്ലോ, ഡ്രോപ്പിലല്ലേ. പോയിന്റ് ക്യാച്ച് ചെയ്ത് കൂടി പറഞ്ഞേക്കും എല്ലാവരും. 50 എത്രയാണ് എല്ലാവരും പ്രോഫിറ്റ് തന്നെ ലെൻഡ് ചെയ്ത്. എന്തായാലും ലോസിലോട്ടൊന്നും നമ്മളെ പ്ലാൻ പ്രകാരം ഓൾമോസ്റ്റ് 50 പോയിന്റ് ക്രോസ് ചെയ്തു. ഓക്കെ, 70 പോയിന്റ്സ്. ഓക്കെ, ഞാനെടുത്ത സ്ട്രൈക്ക് ലോസ് ഞാൻ എടുത്തിട്ടേക്കാം. ഞാൻ 51,900 ആട്ടോ എടുത്ത. ഓക്കെ, 2 ലോട്ട് 70 പോയിന്റ്സ്. ഓക്കെ, ഇന്ന് വന്നിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്താരൊക്കെ ഉണ്ടെന്ന്. ഓക്കെ, CYM അല്ലേ? ഓക്കെ, നെയിം എനിക്കറിയില്ല. ഓക്കെ ബ്രോ, ഫസ്റ്റ് ഡേ ആണോ വന്നപ്പോ? ആ ഒരു പോയിന്റ് എത്തുന്നതിന് മുന്നേ തന്നെ കണ്ടോ ഒരു ചെറിയ വീക്ക്നെസ് വന്നു തുടങ്ങി. ഇത് ഇവിടെ എത്തും. ബട്ട് അതിന് മുന്നേ നമ്മൾ സാറിന്റെ പേഷ്യൻസ് അത് പതുക്കെ ഗ്രാജുവലി ആയിക്കോളൂ. നമ്മൾ അങ്ങനെ ഒരു വെറുതെ ഇരുന്നാൽ ഒരുപാട് നേരം അങ്ങനെ ജസ്റ്റ് ഒരു പ്ലാൻ ഉണ്ടാക്കുക. 1 ദിവസം ട്രേഡ് എടുക്കണ്ട. 4 days കണ്ടിന്യൂസ്. ഹാപ്പി, എവരി വൺ ഹാപ്പി. ഓക്കെ, ട്രേഡ് എടുക്കാൻ പറ്റുമല്ലോ. ആണോ പൈസ അവിടെ നിന്ന് ആ ഒരു റിയാക്ഷൻ. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? നാളെ ഇതുപോലെ ലൈവ് ആയിട്ട് അപ്ഡേറ്റ് ഇട്ടേക്കട്ടെ.